സിറ്റിസൺ അമെൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിച്ചതിൽ ഏറ്റവും ആദ്യം സംസാരിച്ച എംപിയുടെ പേര് അത് ആരിഫ് എന്നായിരുന്നില്ല, തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം പി ആയ ശശി തരൂർ എന്നായിരുന്നു. രണ്ടാമത് സംസാരിച്ച പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ, എനിക്ക് ഞാൻ പൂർത്തീകരിക്കട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ ഉത്തരം പറയട്ടെ. ഞാൻ ഉത്തരം പറയട്ടെ. രണ്ടാമതായി സിറ്റിസൺ അമെൻമെന്റ് ആക്ടിൽ രണ്ടാമതായി സംസാരിച്ച എംപിയുടെ പേരും ആരിഫ് എന്നായിരുന്നില്ല, NK പ്രേമചന്ദ്രൻ എന്നായിരുന്നു. ഇനി മൂന്ന് അതും പറയട്ടെ. മൂന്നാമത്തെ കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ. ആ വോട്ട് അതാ പറയട്ടെ. ഞാൻ പറയട്ടെ. മോശമാണ്, ചെയ്യരുത്. അത് വോട്ട് കാര്യം അറിയോ? വോട്ട് ചെയ്ത് തെളിയിച്ചാൽ താങ്കളുടെ പണി നിർത്തുമോ? താങ്കൾ ക്ഷമയോക്കോ? ജനീഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ചോദിക്കുന്നു, UDF എംപിമാരും കോൺഗ്രസിന്റെ എംപിമാരും വോട്ട് ചെയ്തെന്ന് തെളിയിച്ചാൽ ക്ഷമയോക്കാൻ നിങ്ങൾ ഇവിടെ ഉത്തരവാദിത്തത്തോടെ പറയോ? പാർലമെന്റിൽ രണ്ടവസരം വോട്ട്. ഒന്നാമത് ബില്ല് അവതരിപ്പിക്കുമ്പോ പറഞ്ഞു തീർക്കട്ടെ. ബില്ല് അവതരിപ്പിക്കുമ്പോ വോട്ട് ചെയ്യണം. ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മുഴുവൻ UDFന്റെയും കോൺഗ്രസിന്റെയും എംപിമാർ ഈ ബില്ലിന് എതിരായി വോട്ട് ചെയ്തു, വാക്കൌട്ട് നടത്തി. ശശി തരൂരിന്റെ പ്രസംഗം കേൾപ്പിക്കാം. നാണാവൂലേ? ഈ കള്ളക്കഥ പറഞ്ഞ് നാണാവൂലേ? ഈ കള്ളക്കഥ പറഞ്ഞ് വോട്ട് ചെയ്തില്ല എന്നുള്ള കള്ളക്കഥ പറഞ്ഞ് ഇനി ജനങ്ങളെ പറ്റിയ കാണിച്ചോട്. ക്ഷമയോക്കോ? ഷായേ, ഇവിടെ കിടന്ന് ബഹളമൊന്നും വെക്കണ്ട. നിങ്ങൾ കഴിഞ്ഞ ദിവസം ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിക്കണം. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. CAA ഇന്ത്യയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ എതിർക്കാതിരുന്നത്. നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ് സംസാരിക്കുന്നത്. ഞാൻ തെളിയിക്കാം. ജനീഷ് കുമാറിനെ വെല്ലുവിളിക്കുന്നു. ഇവിടെ വെച്ച് ഞാൻ തെളിയിക്കാം. താങ്കൾ മാപ്പ് പറയോ? ഞാൻ ഇവിടെ വെച്ച് തെളിയിക്കാം. മാപ്പ് പറയോ? അവർ തമ്മിൽ സംസാരിക്കട്ടെ. വെല്ലുവിളിയും കള്ളക്കഥ പറഞ്ഞു. ഒരു കാര്യം കൂടെ, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില എന്ന് ഉച്ചരിക്കാൻ എന്ത് അധികാരമാണ്? നികുതി കുറയ്ക്കാത്ത നിങ്ങൾക്ക് എന്ത് അധികാരമാണ്? കേരളം മാത്രമാണ് കേരളം എന്ന ഒറ്റ സംസ്ഥാനമാണ് ഇന്ത്യയിൽ പെട്രോളിന്റെ ഡീസലിന്റെ നികുതി കുറയ്ക്കാത്ത. നിങ്ങൾക്ക് ഉത്തരവാദിത്വം പറയട്ടെ. അങ്ങ് സംസാരിച്ചപ്പോ അദ്ദേഹം മിണ്ടിയില്ലല്ലോ. ഒന്ന് വഴങ്ങണേ, പൂർത്തിയാക്കണേ. ഒരു മിനിറ്റ്. അല്ലല്ല, നിങ്ങളുടെ MLA ആണ്, അദ്ദേഹം പൂർത്തിയാക്കണേ. അദ്ദേഹം പറയുന്നത് ഒന്ന് ക്ഷമയോടെ കേൾക്കണം. ചെയ്യരുത്. അല്ലല്ല, തുടക്കത്തിലെ പറഞ്ഞത് ചെയ്യരുതെന്ന്. എല്ലാവരും ഇരിക്കും. അല്ലല്ല, ഈ കസേര ഇരിക്കാനുള്ള സാധനമാണ്. ഇരിക്കൂ. ഇതെന്താ ഇത്? ഒരു മിനിറ്റ്. ചേട്ടാ എന്താ ചെയ്യരുത്. തുടക്ക ആദ്യമേ പറഞ്ഞല്ലേ, എന്താ നിങ്ങൾ കാണിക്കുന്നേ? ചേട്ടാ ഒരു മിനിറ്റ്. നിങ്ങൾ ഇനി തമ്മിൽ സംസാരിക്കരുത്. പ്ലീസ് ചേട്ടാ തമ്മിൽ സംസാരിക്കരുത്. പ്ലീസ് തിരിക്കൂ. ചേട്ടാ അവിടെ ഇരിക്കൂ. പ്ലീസ് അവിടെ ഇരിക്കൂ. ചേട്ടാ തുടരണോ? ഇത് തുടരണോ? നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ആരും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പോട്ടെ. അവനവനെ നിയന്ത്രിച്ചാൽ മതി കേട്ടോ. ചേട്ടാ ഞാൻ സംസാരിച്ചോളാം. ശരി, അതെ. ഞാൻ ഇവിടെ വന്ന് ആദ്യം പറഞ്ഞത് തമ്മിൽ തല്ലരുതെന്നാണ് കേട്ടോ. അത് ചേട്ടൻ കേട്ടായിരുന്നോ?